എവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? മഹാരാഷ്ട്രയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മഹാരാഷ്ട്രയിൽ ഇപ്പോൾ അവിടെ റിസൈൻ ചെയ്തിട്ട് പോകുന്നതാണ് അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ ഇവിടുന്ന് നെക്സ്റ്റ് എങ്ങോട്ടാ? കോട്ടയം. എവിടുന്നാണ് പ്ലേസ്മെന്റ് കിട്ടിയത്? ഇവിടെ തന്നെ പ്ലേസ്മെന്റ് ആക്കി തന്നാണ് അല്ലേ? ഓക്കെ, കോട്ടയത്ത് എവിടെയാണ് പറഞ്ഞു? അവരായിട്ട് വിളിച്ച് സംസാരിച്ചു, ഓണറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് സാലറി കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഫുഡ് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ബേസ് ആണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോ കുറച്ച് ഞാൻ പഠിച്ച ചില കാര്യങ്ങളൊക്കെ തെറ്റാണ്. അതിനായിട്ടും തെറ്റ് തിരുത്തി സാറ് നല്ല രീതിക്ക് ക്ലാസ് എടുത്തു. ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ട്, സ്വന്തമായിട്ട് എന്ത് വർക്ക് വന്നാലും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. തെറ്റ് പറയുമ്പോ ഇപ്പൊ കുറേ തെറ്റുകൾ വരുത്തിയുണ്ട്. തെറ്റാണ്. അതൊരു അത്യാവശ്യം രണ്ടിന്റെ മേലേക്ക് പോയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ചോദിച്ചതാണ്, മീൻസ് 13 ദിവസത്തെ ക്ലാസ് പ്ലസ് എന്ത് രണ്ടും കൂടി ഒരുമിച്ചെടുക്കും, ഐഫോൺ ആൻഡ്രോയിഡും കൂടി എടുക്കുമെന്നും കൂടി ചോദിച്ചതാണ്. ഞാൻ ലാപ്ടോപ്പ് മൊബൈലും എടുത്തിട്ട് എനിക്ക് എവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ കുറെ തെറ്റും പറ്റി. ഇപ്പൊ പറയുമ്പോ ആൻഡ്രോയിഡ് മാത്രം എടുക്കുമ്പോ എനിക്ക് അത് നല്ലൊരു ഇതാണ്. നമ്മള് ഇവിടെ മൊത്തം കോഴ്സ് ആണെങ്കിൽ ആൻഡ്രോയിഡ് മാത്രമല്ല, ഐഫോൺ മാത്രം, ലാപ്പ് മാത്രമല്ല, മൊബൈൽ മാത്രം, അങ്ങനെയാണ് നമ്മൾ കോഴ്സ് കൊടുക്കുന്നത്. രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടല്ല. ഇപ്പൊ രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ടും ഒരേ ഡ്യൂറേഷൻ ആക്കിയിട്ടാണ്. നമ്മളെ ലാപ്പും ഇതും കൂടെ പഠിക്കുമ്പോൾ ലാപ്പിന് കുറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല അല്ലേ? കൂടുതൽ മൊബൈൽ ഫോൺ ആയിക്കുണ്ടാകും. അപ്പൊ അതൊരു പേരിന് തന്നുള്ള കണ്ടീഷനിലേ ആവുള്ളൂ. ആ ലാപ്പ് കൂടി എൻ്റെ കൂടെ പഠിച്ച് ലാപ്പ് ട്രെയിനിങ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ലാപ്പിന്റെ ട്രെയിനിങ് നമ്മൾ പോയിട്ടില്ല. ക്ലാസ്സിൽ പെട്ടെന്ന് ആ സമയം കൂടി മൊബൈലിന് യൂസ് ചെയ്തിരുന്നെങ്കിൽ അത് നന്നായി നമ്മൾ ആലോചിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്? പിന്നെ കുറച്ച് നല്ല രീതിക്ക് ഇനി സപ്പോർട്ട് ഉണ്ടാവുന്ന സാറ് പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ എപ്പോ ആണെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, അതിനുള്ള സൊല്യൂഷൻ. നോർമൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സാറ് രക്ഷയില്ല. എല്ലാവർക്കും ഫുൾ എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് പിന്നെ ലാബ് കാര്യങ്ങളൊക്കെ പറയാന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. നമുക്ക് ഏത് ലാബിൽ പോയാലും നമുക്ക് 10 to 5 വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് 12 മണി വരെ നമുക്ക് ലാബിൽ വർക്ക് ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം ലാബിലുണ്ട്. കാരണം റൂം തൊട്ടടുത്താണ്. എല്ലാം കൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ആക്കാൻ പറ്റും. ലാബും കാര്യങ്ങളൊക്കെ സെറ്റാണ്, അടിപൊളിയാണ്. നമ്മള് രാവിലെ 9 മണി 10 മണി വരെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ 9 മണി 10 മണി രാത്രി വരെ ഉണ്ട്. റൂം ഇപ്പുറം തന്നെ, ഹോസ്റ്റൽ ഇപ്പുറം തന്നെ ആയതുകൊണ്ട് പ്രശ്നമില്ല. നമ്മുടെ വർക്കിംഗ് ടൈം ഇപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ മാക്സിമം ടൈം കിട്ടി. എടുക്കുന്ന ആള് തമ്മിൽ ഓരോ ടെക്നീഷ്യന്മാരും വ്യത്യസ്തമായ രണ്ടും അല്ല, രണ്ടും നല്ലതാണ്, രണ്ടും വ്യത്യസ്തമാണ്. രണ്ടും എടുക്കലാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ്. അപ്പൊ 2 ടെക്നീഷ്യന്മാർ മെത്തേഡ് അല്ലേ? എങ്ങനെയായിരുന്നു ക്ലാസ്? ഉഷാറായി. ഓക്കെ, ഇപ്പൊ തിരിച്ചു പോവാണ്. എത്ര മാസം ലീവിന് വന്നത്? മാക്സിമം 5.5 മാസം പറ്റുള്ളൂ. 5.5 മാസം ലീവിന് വന്ന്. അപ്പൊ ഇനിയിപ്പം 3 മാസം ഓൾറെഡി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ തിരിച്ച് അവിടെ എവിടെയാണ് വർക്ക് ചെയ്തത്? യു എയിൽ അല്ലേ? ഓക്കെ, ഓൾറെഡി ഒരു ഫീഡ്ബാക്ക് കണ്ടിട്ടുണ്ടാവും. ഐഫോണിന്റെ ഫീഡ്ബാക്ക് കഴിഞ്ഞപ്പോൾ ഇനി ആൻഡ്രോയിഡും കൂടി നമുക്ക് പറയേണ്ട ഏകദേശം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പറാണ്. എല്ലാം ഈ ബോർഡ് വൈസിലും നല്ല ഡീപ്പായിട്ട് പറയുന്നുണ്ട് വിഷയങ്ങൾ. ഒരു മരണത്തിന്റെ കേസ് വന്നിട്ട് അല്ല, ഫാമിലിയിൽ ഒരു മരണം ഉണ്ടായിട്ട് ഭാര്യയ്ക്ക് വെച്ച് നിർത്തിപ്പോയ ആളാണ്. പേഴ്സണൽ ഇഷ്യൂ കൊണ്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ബാച്ച് നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ബാച്ചിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. അതിനുള്ള തെളിവുകളാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ക്ലാസ് അടിപൊളി. സാറ് നല്ല ഡീപ്പായിട്ട് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം ഫുള്ള് ഡീപ്പായിട്ട് പറഞ്ഞു തന്ന് ഒക്കെ റെഡിയാണ്. CPU ഏകദേശം സക്സസ് ആണ്. സ്വന്തം സർവീസ് സെന്റർ ആണോ അതോ വർക്ക് ചെയ്യാണ്? ഓക്കെ, തിരിച്ച് അവിടേക്ക് തന്നെ പോകുന്നത്. ഓക്കെ, ഇനി അവിടേക്ക് തന്നെ പോയി അവിടെ നല്ല രീതിയിൽ സർവീസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള രീതിയിലെ സർവീസും കാര്യങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. പ്ലേസ്മെന്റും കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി തരാം കേട്ടോ. ഓക്കെ.